എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭീമാ സിനിമാ ചിരുമയുടെ ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഭീമാ സിനിമാ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. ഭീമാ സിനിമാ ചിരുമയുടെ വേദി ഒരു അത്യപൂർവ സംഗമത്തിന് സാക്ഷ്യം വഹിക്കുന്നു. മിമിക്സ് പരേഡിന്റെ ചരിത്രവുമായി മിമിക്സ് പരേഡ് തുടങ്ങിയ ഞങ്ങൾ 6 കലാകാരന്മാരും ഒരുമിച്ചെത്തുന്നു. ഏത് പരിപാടിക്കാന്ന് പറഞ്ഞാലും പ്രോഗ്രാമിന്റെ ഇടയിൽ കൂടി പോയിട്ട് ആ കർട്ടൻ പഠിക്കാൻ മാറ്റി പിന്നെ തല എന്റെ അകത്തൂടി ഇട്ടിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കും. ഞാൻ നോക്കും, പെണ്ണുങ്ങളെ നോക്കിയല്ല, ഞാൻ എന്റെ ഇക്കാക്ക് പെണ്ണ് കണ്ടതാ. പിന്നെ ഇക്കാക്ക് പെണ്ണ് കണ്ട കണ്ടിറക്കിയിട്ടല്ലേ. മറക്കാതെ കാണുക. ഭീമ സിനിമ ചിരിമ. ഹാസ്യ രാജാക്കന്മാർ അവരുടെ ഒരുപാട് തമാശകളും അനുഭവങ്ങളും പങ്കുവെക്കാൻ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. സോ ആ കഥകൾ കേൾക്കാൻ നമ്മളും റെഡിയല്ലേ? ഏകദേശം 33 വർഷങ്ങൾക്ക് മുൻപാണ് 1981 എറണാകുളം കലാഭവന്റെ മിമിക്സ് പരേഡ് എന്ന് പറയുന്ന പരിപാടി ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അന്ന് വരെ മിമിക്രി എന്ന് പറയുന്ന കലാരൂപം ഗാനമേളയുടെ ഇൻ്റർവെല്ലിന് ഒരു 10 മിനിറ്റ്, അതല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ ഒരു സമയം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കാതികം വരാൻ താമസിക്കുമ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്ന ഒരു കൊച്ചു പരിപാടിയായിരുന്നു. അതൊരു മുഴുനീള പരിപാടിയായിട്ട് രൂപം കൊള്ളുന്നത് കലാഭവനിലാണ്, മിമിക്സ് പരേഡ് എന്നുള്ള പേരിൽ 1981. അന്ന് 6 കലാകാരന്മാരായിരുന്നു ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നത്. ആ 6 പേരിൽ 5 പേരും ഈ പരിപാടിയിലൂടെ എത്തി. സിദ്ദിഖ്, ഞാൻ, അൻസാർ, റഹ്മാൻ, കെ.എസ്. പ്രസാദ്. 6ാമത്തെ ഒരു വ്യക്തി കൂടിയുണ്ട്, ആദ്യത്തെ തുടക്കകാലത്ത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന. അതിനുശേഷം വളരെ കുറച്ച് സ്റ്റേജുകളിൽ അദ്ദേഹം ഈ മിമിക്രിയുമായിട്ട് നടന്നുള്ളൂ. അതിനുശേഷം വലിയ ജോലി കിട്ടി, കുറച്ച് വിദ്യാഭ്യാസം കൂടുതലുണ്ടായതുകൊണ്ട് കൂടി അദ്ദേഹം വേറെ ഒരു ലൈനിലേക്ക് മാറിപ്പോവുകയാണ് ഉണ്ടായത്. ശബ്ദ ഗാംഭീര്യം കൊണ്ട് അന്നത്തെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പെർഫെക്ഷനും അതിൻ്റെ അട്രാക്ഷനും ആ വ്യക്തിയുടെ ശബ്ദത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. അദ്ദേഹം കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അത് മറ്റാരുമല്ല, വർക്കീച്ചൻ പേട്ട. ശ്രദ്ധിക്കുക, ഞാൻ പറയായിരുന്നു നമ്മുടെ അന്നത്തെ ട്രൂപ്പിൽ ബാക്കി 5 പേരൂടെ വന്നു. എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു അന്ന് പിരിഞ്ഞു പോയതിന് ശേഷം ഈ 5 പേര് കൂടി ഇങ്ങനൊരു കണ്ടുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരു വാർഷികം അല്ലേ, 25 വർഷം അന്നെല്ലാവരും കൂടി ഒന്ന് കൂടിയായിരുന്നു. 30 വർഷം. പിന്നെ എൻ്റെ മകൻ്റെ കല്യാണത്തിന് അന്ന് കെ.എസ്. പ്രസാദ് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ വർക്കേച്ചൻ പേട്ട കൂടി ഉണ്ടായിരുന്നെങ്കിൽ. അതെ, അത് ഞാൻ മുൻകൂട്ടി കണ്ടു. അതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കുണ്ടായിട്ടും ഇന്നത്തെ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടെങ്കിലും ഇവിടെ വരണമെന്ന് ഞാൻ നിർബന്ധിച്ച് വർക്കിച്ചൻ പേട്ടയോട് പറഞ്ഞു. അതനുസരിച്ച് വർക്കിച്ചൻ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു സർപ്രൈസായിട്ട് വർക്കിച്ചനെ നമുക്ക് വേദിയിലേക്ക് ഒരുപാട് ആളെയാണല്ലോ. 33 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് മിമിക്രിയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേജിൽ കയറുന്നത്. ശരിക്ക് ഇതിന്നൊക്കെ വിട്ടുപോയതിനകത്ത് സങ്കടമാണോ അല്ലെങ്കിൽ സന്തോഷമുണ്ടോ? അല്ല, അന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെന്നുള്ളതായിരുന്നു. അല്ല, മിമിക്രി ഇവിടെ ഭാവിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാനാണെങ്കിൽ ഈ 10ാം ക്ലാസ് മുതൽ നന്നായിട്ട് പഠിക്കുന്ന ആളുമാണ്. സ്കൂളിൽ ഫസ്റ്റ് ആയിരുന്നു. പ്രീ ഡിഗ്രിക്ക് ഒരു നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അതെ, ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് DSS ചെയ്തു. അത് കഴിഞ്ഞ് MSW ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അലക്സച്ചൻ, മോസച്ചനാണ് പ്രിൻസിപ്പളെങ്കിൽ അലക്സച്ചനാണ് ഇതെല്ലാം ഇത് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം വിളിച്ച് പറഞ്ഞു, താൻ ഈ പരിപാടിയൊക്കെ നിർത്തിക്കോ, കോളേജിന് ഒരു റാങ്ക് കിട്ടും, തനിക്കും ഒരു റാങ്ക് കിട്ടും. അതുകൊണ്ട് ഈ എത്രയും വേഗം ഈ പരിപാടിയൊക്കെ നിർത്തണം. ഇതൊന്നും നമുക്ക് ശരിയാവുന്ന പരിപാടിയല്ലാന്ന്. അപ്പോൾ അങ്ങനെ ഇതാണെങ്കിൽ എനിക്കിതിൽ നിന്ന് വിട്ടുപോകാനായിട്ട് അങ്ങനെയും ഒരു ഇതൊക്കെയൊന്നുമല്ല. കാരണം 4-5 വർഷമായി കലാഭവനുമായിട്ടൊക്കെ ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് പോവുകയല്ലേ. അപ്പോൾ സെക്കൻഡ് ഇയർ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഫസ്റ്റ് റാങ്ക് തന്നെയുണ്ട്. അപ്പോൾ പിന്നെ ജോലിക്ക് ബുദ്ധിമുട്ടില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും വലിയൊരു കമ്പനിയിൽ ജോലി കിട്ടുകയും
അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ ഇനി മിമിക്രിക്ക് പോകാൻ പാടില്ലെന്നാണ് കമ്പനിക്കാരുടെയും കണ്ടീഷൻ അതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് നിപ്പിൽ പെട്ടെന്ന് അപ്രതീക്ഷമാവുകയാണ്. പിന്നെ ഈ ഒരു 33 വർഷമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, അതിനുശേഷം ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജിൽ. ഇതിനിടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഇനിയിപ്പോൾ ഈ മിമിക്രി വേദിയിൽ വന്നു എന്ന് പറഞ്ഞ് ഇനി പിരിച്ചോടൊന്നും വിടില്ലല്ലോ? അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു ധൈര്യമായി എന്തെങ്കിലും നമുക്കൊരു നല്ലൊരു നടനെ അല്ലെങ്കിൽ കലാകാരനെ കിട്ടേണ്ടിയിരുന്നത് നഷ്ടപ്പെടുത്തിയ മനുഷ്യനത്. പേര് പറയണ്ട, ചിലപ്പോൾ പലരും പോയിട്ട് നേരിട്ട് പോയിട്ട് അടിക്കും. എന്തായാലും അന്ന് വർക്കിച്ചൻ്റെ ശബ്ദം, വർക്കിച്ചൻ്റെ അനൗൺസ്മെൻ്റാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഗ്രിപ്പ്. തുടങ്ങുമ്പോൾ തന്നെ ഈ കർട്ടൻ്റെ പിന്നിൽ നിന്ന് ബാൻഡ് വരുന്നതിന് മുൻപ് വർക്കിച്ചൻ്റെ ഒരു അനൗൺസ്മെന്റ് വരും. എനിക്കും അത് അന്ന് വളരെ കോൺഫിഡൻസ് ആണ്. കാരണം ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പൊക്കെ ആളുകൾ കിടന്ന് അവിടെ നിന്ന് കുറച്ച് ഒച്ചപ്പാടൊക്കെയാണ്. അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ്. മൈക്ക് എടുത്ത് വെച്ചിട്ട് സഹൃദയരെ എന്നുള്ള എൻ്റെ ശബ്ദം വീഴുമ്പോൾ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആണ്. അത് ഞാൻ പലപ്പോഴും ഇങ്ങനെ അത് ഒരു ശ്രദ്ധിക്കാറുമുണ്ട്. ആ ശബ്ദഗാംഭീര്യം തന്നെയാണ്. ഇപ്പോൾ അന്ന് വർക്കിച്ചൻ പോയതിന് ശേഷം ഞങ്ങൾ തപ്പി കണ്ടുപിടിക്കുകയായിരുന്നു NF വർഗീസിനെ. കാരണം വർക്കിച്ചൻ്റെ ആ ഒരു ഗ്യാപ്പ്, ശബ്ദം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രസൻസ്, അത് കൊണ്ടുവന്നത് പിന്നീട് ഞങ്ങൾ ഒരു നാടകക്കാരനായിരുന്നു ആക്ച്വലി NF വർഗീസ് അല്ലേ. NF അന്ന് റേഡിയോ നാടകങ്ങളിൽ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ആളാണ്. ആ റേഡിയോ നാടകങ്ങളിൽ ഏറ്റവും പ്രസിദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെയായിരുന്നു ആ റേഡിയോ നാടകത്തിൽ അദ്ദേഹം. കാരണം നമുക്ക് റേഡിയോയിൽ ശബ്ദം മാത്രമല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. അതിൽ ഏറ്റവും മികച്ച നടനായിരുന്നു അദ്ദേഹം. അപ്പോൾ അന്ന് മിമിക്രിയും ചെയ്യുമായിരുന്നു വർഗീസ്. അങ്ങനെയാണ് വർഗീസിനെ അറിയപ്പെടുന്നത് ഈ നാടക നടനായിട്ടാണ്. മൈത്രി കലാകേന്ദ്രത്തിൽ നല്ല നമ്മുടെ വർഗീസ് അനൗൺസറായിട്ട് വന്നിട്ടൊരു കുഴപ്പമുണ്ടാക്കി ഓർമ്മയുണ്ട് ശ്രദ്ധിക്കുന്നു. നമ്മുടെ ഹരിശ്രീ കലാഭവനിൽ നിന്ന് പോയതിനു ശേഷം അന്ന് വർഗീസിനുള്ളപ്പോ നമ്മൾ വലിയ ഒരു സ്പോട്ട് ബാക്കി സ്റ്റേജ് മുഴുവൻ ഡാർക്കായിരിക്കും. വർഗീസ് വന്നതിന് ശേഷം, വർഗീസ് നാടകത്തിൽ നിന്നൊക്കെ വന്നുകൊണ്ടിട്ട് ട്രൂപ്പ് തുടങ്ങിയ ശേഷം വർഗീസ് വന്നിട്ട് അതിനൊരു മാറ്റം വേണം. അതൊന്നും അല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊരു പൗഡർ ടിൻ, നീളത്തിലുള്ള പൗഡർ അതിനകത്തൊരു ബൾബ് ഇട്ടാൽ മതി. ഇതിനേക്കാൾ എഫക്റ്റ് ആണ്, കറക്റ്റ് സർക്കിൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ചീപ്പ്. അപ്പൊ നമ്മുടെ പ്രൊഡ്യൂസർ ഹരിക്കും ലാഭം, കാരണം സ്പോട്ട്ലൈറ്റ് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ. പക്ഷെ നല്ലൊരു ചീപ്നെസ് ഉണ്ട്. ഞാനതിൽ ഒരുപാട് ബാധിച്ചു. സ്പോട്ട്ലൈറ്റ് തന്നെ വേണം, നല്ല ഭംഗി ഉണ്ടാവും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഈ സാധനം വെച്ചിട്ട് തുടങ്ങി. 1-2 പരിപാടികൾ കുഴപ്പമില്ലാണ്ട് പോയിട്ട് അപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നു ശരിയാണ്ടോ, കൊണ്ടു നടക്കാൻ എളുപ്പമുണ്ട്. പക്ഷെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ഇതവിടെ ഒരു ചെറിയ നേരിയ നൈലോൺ നൂലിട്ടിട്ടാണ് ഇത് കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. കാരണം ഒന്നാ വെയിറ്റ് ഇല്ലല്ലോ. ആ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കുറച്ച് ഈ ബൾബിന്റെ ചൂട് കൊണ്ടിട്ട് ഈ നൂല് ഉരുകിയിട്ട് ഇത് നേരെ വന്ന് വർഗീസിനാണെങ്കിൽ മറ്റേ കഷണ്ടിയുണ്ട്, ഒരു കിരീടം പോലെ ഈ പ്രോഗ്രാം കാണാനിരുന്ന ആളുകൾ ഈ ഞങ്ങളുടെ ഐറ്റത്തെക്കാളേറെ ഏറ്റവും കൂടുതൽ ചിരിച്ചത് വർഗീസിന്റെ തലയിൽ ഇത് വീണപ്പോഴാണ്. അപ്പോഴേക്കും പ്രോഗ്രാം തന്നു, ഇനി വേറൊരു ബൾബ് അതിനകത്ത് ഫിറ്റ് ചെയ്ത് കെട്ടി തൂക്കിയിട്ട് വേണം നടത്താൻ. സ്ഥിരമായിട്ടുള്ള സ്വഭാവമുണ്ട്. എന്തെങ്കിലും കുഴപ്പമായി കഴിഞ്ഞ ഉടനെ അയാളുടെ നെഞ്ചത്തോട്ട് കയറും. മനസ്സാറാണെങ്കിൽ തുടങ്ങും. പ്രസാദാണെങ്കിൽ ഞാനാണെങ്കിലും ഒക്കെ ഉണ്ട്. നേരെ സിദ്ധിക്കുന്ന വർഗീസിന് നേരെ ചൂടായി. തന്നെ ഒന്ന് പറഞ്ഞല്ലേ സ്പോട്ട് അത് മാറ്റി പൗഡർ ടിൻ ഉണ്ടാക്കിക്കൊണ്ട് മൊത്തം പരിപാടി നശിച്ചില്ലേ മറ്റോ. വളരെ കൂളായിട്ട് തല തടയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കങ്ങനെ പറയാം, ആ പൗഡർ ടിന് പകരം ആ സ്പോട്ടാണ് വീണ്ടിരുന്നെങ്കിൽ എന്റെ തല പൊളിച്ചു പോയി. അത് നിങ്ങൾ വർഗീസിന് ഒരു കുലുക്കമില്ല. വർഗീസ് വളരെ കൂളാണ്. ആലോചിച്ചതാണ് ഇതായിരുന്നെങ്കിൽ ഭയങ്കര വെയിറ്റ് അല്ലേ അത് വന്നിരുന്നെങ്കിൽ. വർഗീസിന് അതേപോലെ ഒരുപാട് ഈ സ്പോണ്ടേനിറ്റി ഉള്ള ആളാണ് വർഗീസ്. വർഗീസ് പിന്നെ ആക്ട് ചെയ്യുമായിരുന്നു. വർഗീസിന് അങ്ങനെ അധികം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെ, ഇതൊരു വഴിതെറ്റി വന്നാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ മഹാരാജസിൽ പ്രീ ഡിഗ്രിക്ക് 73-75 കാലഘട്ടത്തിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് 74 ആലപ്പി അഷ്റഫ്, കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മിമിക്സ് പരേഡിന് മുമ്പ് ശരിക്കും പറഞ്ഞു ഒരു 1 മാൻ ഈ മിമിക്സ് പരേഡിനെ ഒരു എന്താ പറയുന്നത്, അതിനൊരു ആഢ്യത്വം കൊണ്ടുവന്നത് ഈ ആലപ്പി അഷ്റഫാണ്. എനിക്ക് അത്രയും അദ്ദേഹത്തിന്റെ കാണാൻ അവർ രണ്ടുപേരും കൂടി ചെയ്യുമായിരുന്നു. പക്ഷെ അതൊന്നും കാണാനായിട്ട് എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം വന്നത് ചെയ്തപ്പോൾ കേട്ടോ ഇത്, അപ്പോൾ അന്ന് മഹാരാജാസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ കോളേജാണ്, 13,000 സ്റ്റുഡൻസാണ്.
ഈ 3000 സ്റ്റുഡൻസ് ഒരാൾ, അതൊരു മേക്കപ്പും ഇല്ല, ഒരു ഡ്രസ്സും ഇല്ല, ഇത് വേഷമില്ല, പാൻറ് ഷർട്ട് ഇട്ടിട്ട് ഒരു മനുഷ്യൻ നിന്നിട്ട് ഈ 3000 ആളുകളെ കൂട്ടുകൂട്ടാ പിള്ളേരും ആൺപിള്ളേരും ഒക്കെ തല കുത്തിമാർന്ന് ചിരിക്കുകയാണ്. കാരണം അന്ന് ഈ പുള്ളിയുടെ വളരെ ഒരു മാസ്റ്റർ പീസ് ഉണ്ട്, ഈ കറുത്തമ്മയോട് ഈ പരീക്കുട്ടി വിട പറയുന്ന രംഗം മറ്റ് നടന്മാരെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് നസീറിൻ്റെ ചിരിയൊക്കെ അങ്ങനെ വളരെ ഒരു ഇതായിട്ടുള്ള. അപ്പം ഞാൻ ഇങ്ങനെ തോന്നി, ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ 10,000 ആൺപിള്ളേരും പെൺപിള്ളേരും ഇതിൽ ഒരു വ്യക്തി അപ്പം ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? പക്ഷെ അന്നൊന്നും നമുക്ക് സ്റ്റേജിൽ കയറാനുള്ള ധൈര്യമില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഈ ശബരിമലയിൽ മകരവിളക്ക് ദിവസം ഈ റണ്ണിങ് കമൻട്രി ഉണ്ട്. അപ്പോൾ ഈ റണ്ണിങ് കമൻട്രി ഫുട്ബോൾ കമൻറ്റേറ്റേഴ്സ് പെട്ടെന്ന് അവിടെ പോകാൻ ആയിട്ട് ഇത് തയ്യാറാക്കി വെച്ചിരുന്ന ആളുകളെ കാണാനില്ല. പെട്ടെന്ന് 2 ഫുട്ബോൾ കമൻറ്റേറ്റേഴ്സിനെ വിളിച്ചിട്ട് ശബരിമലയെ കൊണ്ടുവരുത്തിയിട്ട് കമൻട്രി പറഞ്ഞോ എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും ഒരു ഭാവന. പക്ഷേ സ്റ്റേജിൽ കയറാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു കൂട്ടുകാരനെ പറഞ്ഞു കൊടുത്തു. അയാളൊരു ചെറിയ സ്റ്റേജിൽ അവതരിച്ചപ്പോൾ അതിങ്ങനെ വളരെ ഭംഗിയായിട്ട് കൊള്ളാം ആളുകൾ. പക്ഷേ എനിക്ക് സ്റ്റേജിൽ കയറാനുള്ള ധൈര്യമില്ല. അത് കഴിഞ്ഞ് അവിടുത്തെ പഠനം കഴിഞ്ഞ് ഞാൻ ഭാരതമാതയിലെത്തി. അപ്പോഴാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്ന് വരെ മോണോ ആക്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, മത്സരമില്ല, മിമിക്രിയിൽ മത്സരമില്ല. അപ്പോൾ 1976 ഇതൊരു മത്സര ഐറ്റമായിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ അന്ന് മിമിക്രി എന്ന് പറയണത് തന്നെ അത് വല്ല ഈ അഷ്റഫിൻ്റെ ഒരു മിമിക്രി, പിന്നെ അതിന് മുമ്പ് പറഞ്ഞാൽ മതി മറ്റവരൊക്കെ ആണെങ്കിൽ ഇന്നത്തെ TV ഒക്കെ ഇല്ലാത്ത അത്രയും ഇതല്ല. അപ്പോൾ ഞാൻ അവിടെ 2 സാറുമാരുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ആശയമുണ്ട്, നമുക്കിതൊരു 5 മിനിറ്റ് ആക്കി, അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പോയി നോക്കാം. അപ്പോൾ പറഞ്ഞു, അത് കൊള്ളാമല്ലോ, നല്ലൊരു ഐഡിയ. അങ്ങനെ ഞാനും ഈ സാറുമാരൊക്കെ കൂടി ഇതൊരു 5 മിനിറ്റിൻ്റെ പ്രോഗ്രാമാക്കി കൊണ്ടുപോയി അവതരിപ്പിച്ചു. അങ്ങനെ ഇതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആരോ വന്നപ്പോൾ ഇത് പറഞ്ഞു, ഇല്ല ഇത് റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോൾ താൻ ഫസ്റ്റും അഷ്റഫ് സെക്കൻഡുമാണ്, പിന്നെ സമ്മാനം മേടിക്കാൻ 2ാമത് പോവാണ്. അപ്പോൾ അങ്ങനെ അത് വന്നിട്ട്, അപ്പോൾ ഇത് യുവവാണിയിൽ അന്ന് 7:35 ഈ നമ്മളുടെ ഡൽഹി വാർത്തയുണ്ട്, 7:25 മുതൽ 7:35 വരെ അന്ന് റേഡിയോയിൽ. അത് കഴിയുമ്പോൾ ഈ 25 മിനിറ്റ് യുവവാണിയാണ്. അപ്പോൾ യുവവാണിയിൽ ഇതിങ്ങനെ പ്രക്ഷേപണം ചെയ്യും. ഈ പ്രക്ഷേപണം ചെയ്യുമ്പോഴേക്ക് ഇത് കേട്ട് ആബേലച്ചൻ ഒരു ദിവസം ആരോ പറഞ്ഞു വിട്ട്, എനിക്ക് നിങ്ങളൊന്ന് വന്നാക്കൊണ്ടാകുന്നു. അങ്ങനെ ഞാൻ കലാഭവനിൽ ചെന്ന് അച്ഛൻ പറഞ്ഞു, തൻ്റെ പ്രോഗ്രാമൊക്കെ ഞാൻ ഈ റേഡിയോ കൂടി കേട്ടു, എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അത് കുഴപ്പമില്ല, അച്ഛൻ എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഉദ്ഘാടനമാണ്, എറണാകുളം ചിൽഡ്രൻ. ഇപ്പോൾ കലാഭവൻ്റെ ഗാനമേളയാണ്, അതിന് പ്രോഗ്രാമിന് ബുക്ക് ചെയ്തിരിക്കുന്നത്, താൻ വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കാണിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറയാച്ചാൽ അതിന് എന്താ, എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ആ ഗാനമേളയൊക്കെ ഇടയ്ക്ക് ഞാനൊരു മിമിക്രി കാണിച്ചു. അപ്പോൾ അങ്ങനെ അത് അംഗീകരിക്കപ്പെട്ടു. തിരക്കേടില്ലാന്ന് അച്ഛനും തോന്നി. അപ്പോൾ അങ്ങനെ അച്ഛൻ പിന്നെ ഈ ഗാനമേള ബുക്ക് ചെയ്യാൻ വരുന്നവരോടൊക്കെ പറയും, ഇങ്ങനെ ഒരു മിമിക്രി വന്നിട്ട്. അപ്പോൾ ഈ പാലക്കാട് നിന്നൊക്കെ എന്താ വെച്ചാൽ ഈ മിമിക്രി നിങ്ങൾ ബുക്ക് ചെയ്യ് എന്ന് പറയും. അപ്പോൾ അദ്ദേഹം എന്തോ കുറച്ച് കാണിക്കും, എനിക്കും ഒരു 10-50 രൂപ തരും. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ പക്ഷേ അച്ഛൻ ഇതൊരു നല്ല ഇതാണല്ലോ, ഗാനമേളയിൽ ഇങ്ങനെ കലാഭവൻ്റെ ഗാനമേള എന്ന് പറഞ്ഞാൽ അന്ന് കേരളത്തിലേറ്റവും, പക്ഷേ ഇതൊരു ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന സംഭവമാണല്ലോ എന്ന് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യും, അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഇതില്ല. അങ്ങനെ ഞങ്ങൾ ഹക്കീം അശോക് എന്ന് പറഞ്ഞിട്ട് കോട്ടയത്ത് 2 പേരുണ്ടായിരുന്നു. ഹക്കീം അടുത്ത് മരിച്ചുപോയി, മറ്റേ അദ്ദേഹത്തിന് ഇടയ്ക്ക് സിനിമയിലൊക്കെ കാണാം. അപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ഞങ്ങൾ ഒരു കുറച്ച് ഇതൊക്കെ ഡിസ്കഷൻ ചെയ്തു. കുറച്ച് 1-2 സ്റ്റേജിലൊക്കെ ഈ ഗാനമേളയുടെ ഇടയ്ക്ക് തന്നെ അവതരിപ്പിച്ചു. പക്ഷേ അതൊന്നും ഒരു ക്ലിക്കായില്ല. അതിനുശേഷം പിന്നെ കലാഭവൻ്റെ അടുത്തൊരു ഇതിനകത്ത് ഒരു ചാപ്ലിൻ എന്ന് പറഞ്ഞൊരു ഹാസ്യ നടന്നു, നമ്മുടെ മരിച്ചുപോയ ശ്രീ മച്ചാൻ മറീസ് ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹമൊക്കെ കൂടിയിട്ട് ഞങ്ങൾ പിന്നെ ഒരു പരീക്ഷണം നടത്തി നോക്കി. അത് പോകുന്നില്ല, പക്ഷെ അച്ഛൻ വിടുന്നില്ല. അങ്ങനെയാണ് നിങ്ങൾ 2 പേരെയും അവർ കലാഭവനിലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ കലാഭവൻ്റെ ഈ നമ്മുടെ ഈ മിമിക്രിയുടെയൊക്കെ രൂപവും ഭാവവും ഒക്കെ അങ്ങ് മാറുകയാണ്. അത് നിങ്ങൾ വരുന്നു, അതിനെ സ്കിറ്റ് ഉണ്ടാക്കുന്നു, മറ്റേ കഥ എഴുതുന്നു. അപ്പോൾ പറഞ്ഞു, ഈ വർക്കിച്ചിനും നമ്മൾ 2 പേരും കൂടി പറ്റില്ല, വേറെ ഇവരെ ചേർക്കണമെന്ന് പറയുന്നു. അങ്ങനെയാണ് പ്രസാദ്, അൻസാർ, റഹ്മാൻ എല്ലാവരെയും കൂടി വിളിച്ചിട്ട്. അപ്പോൾ അന്നും ഈ പറഞ്ഞാൽ മതി, ഞാൻ മിമിക്രി എന്നുള്ള ഭാഗം എനിക്ക് അത്ര കഴിവുള്ളതല്ല, പക്ഷെ അനൗൺസ് ചെയ്യാനായിട്ട് ഒരു സ്റ്റേജ് അത്. അപ്പോൾ എൻ്റെ പ്രധാന റോൾ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ വരികയും
ഇതാണ് എൻ്റെ വന്ന കഥ, പോയ കഥ നേരത്തെ ആദ്യം പറഞ്ഞു. ഇടമലയാർ പ്രോഗ്രാമാണ് അവസാനം. ലാസ്റ്റ് പ്രോഗ്രാം അവിടെ തന്നെയാണ് ഞാൻ ലേബർ ഓഫീസറായിട്ട് ജോയിൻ ചെയ്തത്. പിന്നെ എങ്ങനെയാ, പിന്നെ ഇടയ്ക്ക് പിന്നെ സിദ്ദിഖ് അവിടെ നിന്ന് ഇടയ്ക്ക് പോയി നമ്മൾ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞ അടി ബഹളം എന്തോ ചരിത്രം പെറുവിറ്റിയിലോ പറഞ്ഞതാണ് അൻസാർ ഇപ്പൊ ഇങ്ങോട്ട് പോരുന്നു എന്ന് അറിഞ്ഞപ്പോ പോലും അൻസാർ വരുന്നുണ്ട് ഇങ്ങോട്ട്. അത് പറയരുത് ഇനി അടി, ഞാൻ അതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷെ അതിന് മുൻപേ തുടങ്ങിയിരിക്കുന്നു ഒരു തലേദിവസം 31 ജനുവരി 1-ാം തീയതിയാണ് കറുകുറ്റി കൊലപാതകം. അതിന് തലേദിവസം തന്നെ വഴക്ക് തുടങ്ങിയിരിക്കുന്നു. വഴക്ക് തുടങ്ങിയത് വേറൊന്നുമല്ല, അത് ന്യൂ ഇയർ തുടങ്ങുന്നതിന് മുൻപുള്ള ലാസ്റ്റ് ആ കൊല്ലത്തെ അവസാനത്തെ പ്രോഗ്രാമാണ്. പ്രോഗ്രാം തുടങ്ങുന്നത് രാത്രി 11 മണിക്കൊക്കെയാണ്. അപ്പൊ തുടങ്ങിയപ്പോൾ മനസ്സിലായി നമ്മളുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് വരിക, ഏത് ന്യൂ ഇയർ വരിക 12 മണി വരെ. അപ്പൊ ഈ പ്രോഗ്രാമിന് ഇടയ്ക്ക് അത് ഓർമ്മ വന്നു, നമുക്ക് ഇത് വിഷ് ചെയ്യാനുള്ളൊരു ചാൻസാണ്. അന്ന് ഇതുപോലെ 12 മണിക്ക് സൈറൺ അടിച്ച് എല്ലാവരും വിഷ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല. ഇന്നിപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഉണ്ട്, പടക്കപ്പൊട്ടും എല്ലാം. അന്ന് ഈ 30 വർഷം മുമ്പ് അത്രയും പോപ്പുലർ ന്യൂ ഇയർ. അപ്പോൾ ഞങ്ങളിന്ന് അൻസാറിനെ വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു നമുക്കൊരു പരിപാടി ചെയ്യാം. അതായത് കൃത്യം 12 മണിയാകുമ്പോൾ എന്ത് പ്രോഗ്രാം നടക്കുന്നു അത് അപ്പം നിർത്തിയിട്ട് അൻസാറും പ്രസാദും മൈക്കിൻ്റെ മുമ്പിലേക്ക് വരിക. പ്രസാദ് സൈറൻ അൺഎക്സ്പെക്റ്റഡായിട്ട് സൈറൻ ഇടുക. സൈറൻ തീർന്നു കഴിയുമ്പോൾ അൻസാർ ഹാപ്പി ന്യൂ ഇയർ എന്ന് അനൗൺസ് ചെയ്യുക. അപ്പം ജനം ഒരു അൺഎക്സ്പെക്റ്റഡ് ആവുമല്ലോ. ഇത് പറഞ്ഞു ഓക്കെ അൻസാറും പറഞ്ഞു ഗുഡ്, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ഐറ്റം അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് അൻസാർ ചെന്നിട്ട്, സുഹൃത്തുക്കളെ കൃത്യം 12 മണിയാകുമ്പോൾ ഞങ്ങൾ ഈ പ്രോഗ്രാം നിർത്തും, അപ്രതീക്ഷിതമായിട്ട് സൈറൺ അടിക്കും, എന്നിട്ട് ഞങ്ങൾ ന്യൂ ഇയർ വിഷ് ചെയ്യും. ഇത് മുഴുവനാക്കി സർപ്രൈസ് ആയിട്ട് വെച്ചിരുന്ന കാര്യമാണ്. ഇതിങ്ങോട്ട് കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങി വരുമ്പോ സിദ്ദിഖിന് ബാധകളായി. ഈ സിദ്ദിഖല്ല ഇച്ചിരി ഭയങ്കര ദേഷ്യക്കാരനാണ്. അപ്പോൾ ഞാൻ അൻസാറിനെ കണ്ടമാനം വഴക്ക് പറഞ്ഞു. അൻസാറാണ് ട്രൂപ്പ് ലീഡർ. അത് വേറൊരു കഥ. അൻസാർ റഹ്മാനും കൂടി അടിയുണ്ടാക്കിയിട്ട് പിന്നെ ഒരു ലീഡർ വേണമെന്ന് തീരുമാനിച്ചിട്ടാണ് അൻസാറിനെ ലീഡറാക്കിയത്. ലീഡറിനെയാണ് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചീത്ത പറഞ്ഞത്. അത് അൻസാർ അന്ന് ക്ഷമിച്ചു. ഞാൻ അത്രയും ചീത്ത പറഞ്ഞു, ഒരു ചെറിയ മിസ്റ്റേക്ക്. അടുത്ത ദിവസമാണ് ഈ സ്ഥലത്തും ഞാൻ ചീത്ത പറഞ്ഞു. അവിടെ നിന്നാണ് ഈ അടി ഉണ്ടാവുന്നത്. അപ്പോൾ 2 ദിവസം മുമ്പേ അൻസാറിനെ ഞാൻ വല്ലാതെ ഹർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ആ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് ഞാൻ ഇന്നേ വരെ ആരും ചീത്ത പറഞ്ഞിട്ടില്ല. ഇത്രയും കാലത്തിന് ശേഷം നമ്മളെ കൂടി ഒത്തുകൂടിയൊക്കെയാണ്. പിന്നെ ഇതുപോലുള്ള സ്റ്റേജിൽ നമുക്ക് ഒരുമിച്ച് നിരന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ്. അവരെയും കൂടി വരുത്താം. അപ്പോൾ അവർ വന്നതിന് ശേഷം നമുക്ക് ഈ ആ സൗഹൃദ കൂട്ടായ്മ വീണ്ടും കാണാം. അതിനു മുൻപ് നമുക്കൊരു സ്കിറ്റ് കാണാം. Chaplin, the wonder of world movie, the last word of comic alphabet, Charlie Chaplin. ചാപ്ലിൻ എങ്ങനെ? വേൾഡ് ഫേമസ് കൊമേഡിയൻ ചാപ്ലിൻ, ചാർലി ചാപ്ലിൻ. ആര്? ഞാൻ തന്നെ. നിനക്ക് നോസുണ്ടോ? എനിക്ക് എടാ ഇന്നോട് ഞാൻ നോസുണ്ടോ എന്ന് കണ്ടാ തോന്നുന്നുണ്ടാ? എടാ ഇന്നോട് പണ്ടേ പറഞ്ഞ് കോട്ടിടാൻ പാടില്ല. കോട്ടിട്ട് അപ്പം നിനക്ക് വട്ടാവൂലേ? കോട്ടൂര് കോട്ടൂരടാ, കോട്ടൂര്. ഇത് കളിക്കല, കോട്ടൂര്. എടാ നീ ചാപ്ലിൻ ചെയ്യുന്നോണ്ട് മാത്രമാണ് നമ്മൾ ഈ ട്രൂപ്പിന് ചാപ്ലിൻ ട്രൂപ്പ് എന്ന് പേരിട്ട്. എന്നിട്ട് ഒരു പരിപാടി ഇട്ടിയാ ആളൊക്കെ എന്തോരോ പരിപാടി ചെയ്യുന്ന കൊതിയായിട്ട് വയ്യ. ഇങ്ങോട്ട് നോക്കടാ, മോത്ത് നോക്കി സംസാരിക്കടാ. എങ്ങനെ ഈ മൊത്തിക്ക് നോക്കുവന്ന് നോക്കണ്ട മൊത്തിയോ? മോനെ കോട്ടൂരിൽ ചായ വാങ്ങിച്ചു കേട്ടാ. ചായ വാങ്ങിച്ചോ? പോന്ന പോക്കോ കോടതി പോന്ന വഴി പോയിട്ട് വന്നേ. ഒരു ട്രൂപ്പൊക്കെ കൊണ്ട് നടക്കണമെങ്കിൽ പെടാത്ത ഒരു പാടെ, പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള നമ്മളെ പോലെ ആൾക്കാരെ ട്രൂപ്പ് നടത്തണമെങ്കിൽ ഭയങ്കര പ്രശ്നം തന്നെയാണ്.
വട്ടളയാ ഇതളയെ പോലെ ഉണ്ടല്ലോ. തമാശ പറഞ്ഞല്ലേ? ചായക്ക് പരിപ്പടി പഴംപൊരിയോ? ബിരിയാണി എടുത്തോ? അത് ഹാഫ് ഫുള്ളോ? ഇതുപോലെ ഓരോരുത്തർ കടന്നു വരും. എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. എത്ര നമ്മൾ ട്രൂപ്പിന്റെ കാര്യം പരിപാടി നമുക്ക് ഈട് തന്നെ ബുക്ക് ചെയ്യാം. അതങ്ങനെ ബുക്ക് ചെയ്യണ്ട, ഇവിടുന്ന് ബുക്ക് ചെയ്യണ്ട, അപ്പുറത്ത് ബുക്ക് ചെയ്താൽ മതി. വേണ്ട, അപ്പുറത്ത് ബുക്ക് ചെയ്യുന്ന അനുഭവം നിങ്ങൾക്ക് അറിയാലോ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നാട്ടാർക്കും തല്ലുള്ള എനിക്ക് കയ്യില്ല. അതുകൊണ്ട് ഈട് തന്നെ ബുക്ക് ചെയ്യാം. അത് വേണ്ട, തല്ലുള്ള നിനക്കല്ല, എനിക്കല്ലല്ലോ. നിങ്ങളൊന്നും മിണ്ടാണ്ടിരുന്നാത്ത നിങ്ങൾ അതിലെ കളി കളിക്കല്ലായിരുന്നു. ഞാനാണ് പ്രസിഡന്റ്. നിങ്ങൾ തന്നെ പ്രസിഡന്റ്. ഹലോ, അതെ, കണ്ണൂർ ചാപ്ലിൻ ഗ്രൂപ്പ് മാനേജറാണ് സംസാരിക്കുന്നത്. എന്തോ പരിപാടിക്കോ? എന്റെ പൊന്നു സുഹൃത്തെ, സത്യം പറയാം, പരിപാടിക്കാണെങ്കിൽ വിളിക്കണ്ട. 6 മാസത്തെ കംപ്ലീറ്റ് ബുക്കിംഗാ. കംപ്ലീറ്റ് വിദേശ പരിപാടിയല്ലേ? വിദേശ രാജ്യങ്ങൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കാൻ പോവാണ്. ഞാനും എൻ്റെ 60 കലാകാരന്മാരും. അതുകൊണ്ട് പരിപാടിക്കാണെങ്കിൽ നോക്കണ്ട, പറയണ്ട. ഡേറ്റ് ഇല്ല, ഡേറ്റ് ഇല്ല, ഡേറ്റ് ഇല്ല. നോക്ക്, ഡേറ്റ് ഇല്ല. എന്നാ നമുക്ക് പോവാം. നിക്കുന്നത് നിങ്ങളെന്താ ഒരുമാതിരി ന്യൂ ജനറേഷൻ സിനിമ പോലെ വന്ന പോലെ അങ്ങ് പോകുന്നത്? ആരാ മനസ്സിലായിട്ടില്ല? ഞാനാണ് പ്രസിഡന്റ്. ഞാൻ സെക്രട്ടറി. ഇന്ത്യൻ പ്രസിഡന്റാ? എല്ലാന്ന് നമ്മളെ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ്. പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വന്നതാണ്. അല്ല, ഇതെന്താന്ന്? ഓംലെറ്റാ? ഇത് നമ്മുടെ ബ്ലാക്ക്. ഓ, നിങ്ങൾക്കും ഉണ്ടല്ലോ ചെറുത്. ചെറിയ പേര്. പിന്നെ ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. വളരെ വ്യത്യസ്തമായ നല്ല നല്ല പരിപാടികൾ വേണം. പ്രസിഡന്റ് ഇരിക്ക്. സെക്രട്ടറി ആണെന്നോ? ഇത് ആടെ ഇരിക്കണ്ട, അത് വെല്ലുവില്ല. കാട നിങ്ങളാണ് കേട്ടാ. പ്രസിഡന്റ്, നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ എല്ലാ പരിപാടിയും ഉണ്ട്. നമ്മുടെ പരിപാടി പ്രത്യേകിച്ചാല് നമ്മളെ പരിപാടിയെല്ലാം കാണാൻ നല്ല ഭംഗിയുള്ള പരിപാടിയായിരിക്കും. കുളിപ്പിച്ച് കണ്ണടിയിൽ പൊട്ടും തൊട്ട് പവറും തൊട്ടാ വിടുക. പ്രസിഡന്റ്, അതല്ല, എല്ലാം അടിപൊളി പരിപാടിയാണ്. ആയിക്കോട്ടെ, എന്തൊക്കെ പരിപാടി ഉണ്ട്? എന്തൊക്കെ പരിപാടി വെച്ചാൽ മിമിക്രി ഉണ്ട്, കരോക്കെ ഗാനമേളയുണ്ട്, സിനിമാറ്റിക് ഡാൻസ് ഉണ്ട്, അർക്കോബാറ്റിക് ഡാൻസ് ഉണ്ട്, തിരുവാതിരക്കളി, മോഹിനാട്ടം, പഞ്ചവാദ്യം എന്ന് വേണ്ട കല്യാണം വരെ നമ്മൾ നടത്തി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ അമ്പലത്തിൽ കൊണ്ട് നടത്തിയ ഇതിന്റെ പൈസ നിന്റെ അപ്പം കൊടുക്കും. നിങ്ങൾ ആടെ ഇരിക്ക്. അല്ല കേട്ടോ, ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. ചോദിച്ചോ. ഈ കല്യാണം നിങ്ങൾ എങ്ങനെ നടത്തി കൊടുക്കുന്നത്? നിങ്ങളെ കല്യാണം കഴിഞ്ഞാ? ഇല്ലാന്ന്. അത് ഞാൻ പറഞ്ഞുതരാം. പറയും. അതായത് നമ്മളിപ്പോ ഒരു കല്യാണം നിശ്ചയിച്ചു, ആ മുഹൂർത്ത സമയമായി, എത്തിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോ മിമിക്രിക്കാര് കംപ്ലീറ്റ് ഡൂപ്പിന് ചെയ്യുന്ന ആൾക്കാരല്ലേ? അങ്ങനെ ചെറുക്കനെ ഡൂപ്പിനെ എടുത്തിട്ട് കല്യാണം നടത്തി കൊടുക്കും. പിന്നെ ആദ്യ രാത്രി അന്ന് തന്നെ വേണോന്ന് പെണ്ണ് നിർബന്ധം ഉണ്ടെങ്കിൽ അതിനും ഡൂപ്പിന് കൊടുക്കും. ആ ഡൂപ്പ് ചെയ്യാൻ ഞാൻ വന്നാലോ? ഞാനാണ് പ്രസിഡന്റ്. നിങ്ങൾ തന്നെ പ്രസിഡന്റ്. ഡൂപ്പില്ല. പരിപാടിയുണ്ട്. നിങ്ങൾ വന്ന കാര്യം പറയുന്നു. വെടിക്കെട്ട് വേണ്ടേ? വെടിക്കെട്ട് വേണം. എന്തൊക്കെ പരിപാടിയുള്ളത്? വെടിക്കെട്ട് വേണം. വെടിക്കെട്ടുണ്ട്. എന്റെ പൊന്ന് പ്രസിഡന്റ്, വെടിക്കെട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിലേ, ജനങ്ങൾ പേടിച്ച് വിറക്കുന്ന, കുട്ടികൾ കരഞ്ഞു പോകുന്ന രീതിയിലുള്ള വെടിക്കെട്ടൊക്കെ നമ്മുടെ ഉണ്ട്. ഓക്കെ, പക്ഷേ തീയും പുകയും പാടില്ല. ഇത് സെക്രട്ടറി, തീയും പുകയില്ലാണ്ട് വെടിക്കെട്ട്? അല്ല, അത് പാടില്ല. കാരണം വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യത്തെ വെടിക്കെട്ടിന് കുടുങ്ങിയിട്ടാണ് ഇയാൾ ഇങ്ങനെ കരിഞ്ഞു പോയത്. അപ്പൊ അതായത് തീയും പുകയില്ലാത്ത വെടിക്കെട്ട് വേണം. അതാ പ്രസിഡന്റ്, വെടിക്കെട്ടുണ്ട്, ഉണ്ട്, തീയും പുകയും ഉണ്ടാവൂല, ആന വരണ്ടോടൂല, കുട്ടികൾ കരയൂല, പ്രകൃതിയിൽ മലിനീകരണം ഉണ്ടാവൂല, അപ്പൊ ഒച്ച ഉണ്ടാവൂല. ഒച്ച ഉണ്ടാവും. ഇങ്ങനെയുള്ള വെടിക്കെട്ടുണ്ട്. പക്ഷെ ഒറ്റ കാര്യം, 20,000 വാട്ട് സൗണ്ടും ഒരു സ്റ്റാൻഡ് മൈക്കുമാണ് ഇതുപോലുള്ളത്. എത്ര പേരുണ്ടാവും വെടിക്കെട്ടിന്? ഒറ്റയാള്. അവന്റെ പേരെന്താണ്? അവന്റെ പേര് എന്തിനാ? നോട്ടീസ് അച്ചടിക്കാൻ. നോട്ടീസ് കൊടുക്കാനാണോ? അങ്ങനെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ കൊടുത്തോ. ഓന്റെ പേരാണ് ശാരംഗധരൻ. എങ്ങനെ തരൻ? ശാരംഗധരൻ. അച്ചടിക്കുന്നില്ല. എന്നാ പിന്നെ ഞാനാണ് പ്രസിഡന്റ്. നിങ്ങൾ എന്നെ പ്രസിഡന്റ് വിളിക്കാനായിട്ടില്ല. നിങ്ങൾ ആടെ ഇരിക്കുന്നത്. അല്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരിപാടി ബുക്ക് ചെയ്തിട്ട് പരിപാടി അവതരിപ്പിച്ച് അത് കംപ്ലീറ്റ് കൊളാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ പരിപാടി കണ്ടതിന് ശേഷം ബുക്ക് ചെയ്യും. അതുകൊണ്ട് ആദ്യം സാമ്പിൾ കാണിക്കണം. സാമ്പിളാ? ഇതെന്താ തുണിച്ചോ? അപ്പൊ സാമ്പിൾ കുറിച്ച് തരാൻ വേണ്ടിട്ട് അല്ലേ പരിപാടി വേണ്ട? സാമ്പിൾ കണ്ടാലേ പരിപാടി നടത്താൻ സമ്മതിക്കും. ആയിക്കോട്ടെ, പ്രസിഡന്റ് ആയിരിക്കും. വീണുമല്ല. അപ്പം ഞാൻ അവനെ വിളിക്കാം. മോനെ ശാരംഗധരാ, നീ വന്നേ. ഇതേട്ട് പോന്ന്. എന്താ മേനേറെ, ഞാൻ അവിടെ കാര്യമായ ഒരു വർക്ക് നടക്കല്ലേ. നീ എന്ത് പണിയാ എടുക്കുന്നവനെ? ഞാൻ ഉറങ്ങാ. അത് ശരി, എന്നാ കുറച്ച് റിലാക്സ് കുത്തിട്ട് പറഞ്ഞ് ഇങ്ങോട്ടോടെ. ആറ്റോ കിട്ടുന്നൊരു പരിപാടിയാണ്. അതായത് കണ്ടാ, ഇരിക്കുന്നത് പ്രസിഡന്റ്, നിൽക്കുന്ന സെക്രട്ടറി, അമ്പല കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറിയാണ്. വെടിക്കെട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, സാമ്പിൾ കാണിച്ചു കൊടുക്കണം. സാമ്പിൾ കാണിക്കാൻ കൊണ്ട് പറ്റുമല്ല. സാമ്പിൾ കാണിച്ച് മടുത്ത്. പിന്നെ നീ എപ്പോ സ്റ്റേജ് പരിപാടിക്ക് അവതരിപ്പിച്ചോണ്ടിരിക്കില്ലേ? സാമ്പിൾ അങ്ങ് ചെയ്യടാ പന്നി.
അപ്പൊ കുറച്ച് സാമ്പിൾ കാണിച്ചു കൊടുക്ക്. നമുക്ക് കഴിഞ്ഞ വർഷത്തെ മാട്ടന്റെ പൈസ തരാനുണ്ട്. തേജുവേട്ടാ എന്റെ മുത്തൽ ഇന്നാ. അപ്പൊ ഇവിടെ സാമ്പിൾ കാണിച്ചു കൊടുക്കണം. നമസ്കാരമുണ്ട്. ഞാനാണ് ഓ പ്രസിഡന്റ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ സെക്രട്ടറി. സന്തോഷം. നമുക്ക് മേശ കുറച്ച് അങ്ങോട്ട് ആക്കിയാലോ? മേശ ഉണ്ട്, കാണിച്ചു കൊടുക്കാലോ. ഇതാണ് നിന്നെയൊക്കെ നമ്മൾ മിമിക്രി ട്രൂപ്പിൽ എടുത്തല്ല പ്രശ്നം. ഇത് മധുരമുള്ള ചായയാണ് വേണോ? ഏ? ഇത് മധുരമുള്ള ചായയാണ്. ഇത് നിങ്ങൾക്കല്ലേ? ഇത് നല്ല മധുരം നിങ്ങൾക്ക് വേണോ അല്ലേ? ഹലോ 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 ബാല 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 ബാലട്ടാ, ഇത് മധുരമില്ലത്തിയാ. മാറട്ടെ, അങ്ങോട്ട് നിൽക്കേ. പ്രസിഡന്റ് ഒന്നും വിചാരിക്കരുത്. പരിപാടി കിട്ടിയത് അതിന്റെ ഇടക്ക് വന്നിട്ട് കുഴപ്പമില്ല കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഐശ്വര്യമായിട്ട് നമുക്ക് പഠിക്കട്ട് തുടങ്ങാം. ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റിന്റെ വക ഐശ്വര്യമായിട്ട് ഒരു പടി ആയിക്കോട്ടെ. വിട്ടേ. അടിപൊളി. അങ്ങനെയാണെങ്കിൽ സെക്രട്ടറിയുടെ വക ഒരു 2 പടി ആയിക്കോട്ടെ. ഗംഭീരം. പൊട്ടട്ടടാ. അങ്ങനെയാണെങ്കിൽ സെക്രട്ടറി പ്രസിഡന്റ് നമ്മുടെ മാനേജറുടെ വക 3 പടി ആയിക്കോട്ടെ. അതവിടെ പോയി. അതങ്ങ് ചന്ദ്രനിൽ പോയി. ഞാൻ പറഞ്ഞില്ലേ 3 വിട്ടാ മൂർധാവിലെത്തുന്നു. അത് തന്നെ ഞാൻ മിണ്ടാൻ എന്താ കാരണം? പൊട്ടട്ടെ. അടിപൊളി മുത്തേ, പരിപാടി ബുക്ക് ചെയ്യുന്ന മാതിരിണ്ട്. അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇതെന്താ ഏർപ്പടത്തിന്റെ പോസ്റ്ററാ? പ്രസിഡന്റ് എന്തോ ഒരു പൊട്ടാടോ. നന്നായിട്ടുണ്ട്. നന്നായിട്ടില്ലേ? ഞാൻ പറഞ്ഞ ഭയങ്കര സംഭവം. ഈ പരിപാടി എല്ലാ അമ്പലത്തിലേക്ക് ബുക്ക് ചെയ്തിരിക്കുന്നു. അല്ല, വേറൊരു കാര്യമുണ്ട്. ബുക്ക് ചെയ്തൊക്കെ കാര്യം തന്നെ. നമ്മളെ പൈസന്റെ എന്തെങ്കിലും പൈസ, നിങ്ങളുടെ പൈസ, നമ്മളെ പൈസ ഇങ്ങനെ അല്ല അധികം പറഞ്ഞാൽ പോയി ചെയ്യും. കുറച്ച് അയിമ്പ പറഞ്ഞ നല്ല കമ്മിറ്റിയാ. പറയല്ലേ പ്രസിഡന്റ്? കേട്ടത് നമ്മൾ അധികമൊന്നും പറയുന്നില്ല, പറയട്ടെ. ഒരു 50,000 ഉറുപ്പ്യ പോയി. ഞാൻ അന്നേരെ പറഞ്ഞിട്ടില്ലേ പന്നി പൈസ കൂടുതലെന്ന്. പോയി 50 ഉറുപ്പ്യ നിങ്ങൾ ഈ വെടിക്കെട്ട് 50,000 രൂപയ്ക്ക് ബുക്ക് ചെയ്തിരിക്കുന്നു. എങ്ങനെ ആദ്യായിട്ടാ ബുക്ക് ചെയ്താ? ആദ്യായിട്ടാ പ്രസിഡന്റ്. ഓക്കെ. അല്ല, ഈ ബുക്കൊക്കെ ചെയ്തു. പക്ഷെ ഒരു ചെറിയൊരു നിബന്ധനയുണ്ട്. പരിപാടിക്ക് മുന്നേ കാശ് കിട്ടണം. പിന്നെ പരിപാടിക്ക് സ്റ്റേജിലെത്തി അതിന് തൊട്ട് പിന്നിൽ കൊണ്ടുവന്ന് ഞാൻ നിങ്ങളുടെ 50,000 രൂപ വെച്ച് തരും. അത് ഞങ്ങളുടെ കമ്മിറ്റിയുടെ പ്രത്യേകതയാണ്. സന്തോഷം. പക്ഷേ ഒരു ചെറിയ നിബന്ധന അങ്ങോട്ടുണ്ട്. ഈ 50,000 രൂപ ഒരു 48,000 രൂപ കമ്മിറ്റിക്ക് സംഭാവന തരണം. അപ്പം പഠിക്കട്ടെ 2,000 ഉറുപ്പ്യ നടക്കൂല പ്രസിഡന്റ്, നടക്കൂല. ഇങ്ങളെ വിചാരം ഇങ്ങളെപ്പോലുള്ള കമ്മിറ്റിക്കാരാണ് നമ്മളെപ്പോലുള്ള കലാകാരെ പൈസ ഓർക്കുന്നത്. തൊണ്ടേനെ കൊണ്ട് കളിക്കുന്ന കളിയാ മോനെ. നടക്കൂല 2,000 ഉറുപ്പ്യക്ക് വെടിക്കെട്ട് നടക്കൂല. ഉറപ്പ്. മഴക്കാലം നമുക്കൊരു മാറ്റി പ്രസിഡന്റ്, ഒരു കാര്യം പറയണം. ഒരാൾ സംസാരിക്കുമ്പോ അത് കേട്ട പാതി കേൾക്കാതെ ഓടാൻ പാടില്ല. നമുക്കൊരു അഡീഷണൽ എത്തിക്കൂടെ? 2,000 ഉറുപ്പ്യ ഉറപ്പിച്ച്. അപ്പൊ ഓക്കെ, പിന്നെ ഞങ്ങൾ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. നമ്മളിപ്പോ എന്തിനാ വന്നിനി? വെടിക്കെട്ട് മാത്രം ബുക്ക് ചെയ്യാനല്ലല്ലോ. എല്ലാം നമുക്ക് തമാശ പരിപാടി വേണ്ടേ? മാനേജർ, മിസ്റ്റർ മാനേജർ, ഒരു മിനിറ്റ്. പരിപാടി ഡേറ്റ് എപ്പാ പറഞ്ഞേ? ഡേറ്റ് 9 തീയതി. ഓക്കെ, കുംഭം 9-ന്. ഓക്കെ. അപ്പൊ ഇത് മാത്രം പോരാ. ഞങ്ങളുടെ കമ്മിറ്റി ജനങ്ങൾ ചിരിച്ച് മരിക്കാൻ വേണ്ടിയിട്ട് ഒരു തമാശ വേണം. ജനങ്ങൾ ചിരിച്ചിരിച്ച് മരിക്കാൻ ആദ്യം മരിക്കുന്നത്? അല്ല, എന്നാ പിന്നെ അടുത്ത ദിവസം പരിപാടി നടത്തണല്ലോ. അങ്ങനെ ഇപ്പൊ ഒരു തമാശ പറയാൻ ഞാനുണ്ടല്ലോ. ബാല വേണ്ട. അല്ല പിന്നെ
ഒരു പരിപാടി കിട്ടിച്ചല്ലേ കിട്ടിട്ട് എടാ എനിക്ക് ഭ്രാന്താന്നുള്ളൊരു കമ്മിറ്റിക്കാർ മൊത്തം അറിയും. നിങ്ങൾക്ക് അസൂയല്ല എന്നോട് എനക്കറിയാം പണ്ടേ നമ്മൾ നീളും പണ്ടും ഇല്ലെങ്കിൽ സാരമില്ല പരിപാടി ഗംഭീരാക്കൂലേ വേണ്ട 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 നീ അവതരിപ്പിക്കണ്ട, നീ പോ. പ്രസിഡന്റ് ചെറിയ പ്രസിഡന്റ് ഞാനാണ് ചാപ്ലിറ്റാണ് വീടാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞ വേണ്ട വേണ്ട വെറുതെ പിടിച്ച് വലിക്കില്ല കേട്ടോ അല്ല ഞാൻ തമാശ പറയാം ബാല നീ എന്തിനാ ചിരിക്കുന്നത്? ഇതെന്താ സാധനം പാർത്തട്ടോ എന്റെ ജീവിതത്തിൽ ഇപ്പം സാധനം കണ്ടിട്ടില്ല അല്ല റോഡ് താറിട്ടിട്ട് ബാക്കിയുള്ള താറെടുത്ത് വെച്ചതാ ബാല തമാശ പറ. ബാല നീ തമാശ ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ ഇമ്മാതിരി സാധനം കണ്ടിട്ടില്ല അടുപ്പ് തന്നെ പോലെ ബാല നീ തമാശ എനിക്ക് പ്രസിഡന്റ് ഞാൻ തമാശ പറയാം തമാശ മേക്കപ്പ് ചെയ്യണം. മേക്കപ്പ് ഞാൻ ലെപ്പ് സാമ്പിൾ കാണിച്ചു തമാശ നിങ്ങൾ അടുത്തേക്കല്ല പ്രസിഡന്റ് മേക്കപ്പ് ചെയ്യും അതിന് മുമ്പേ എനിക്ക് പ്രാർത്ഥിക്കണോ അതും ഉണ്ടാ. പിന്നെ ഒന്നും വിചാരിക്കല്ലേ, പ്രസിഡന്റ് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. ഒന്നും കുഴപ്പമില്ല, കുഴപ്പമില്ല. നല്ല തമാശ. നിങ്ങളാണ് പ്രസിഡന്റ് വിളിക്കാനായിട്ടില്ല, ഭയ്യ വിളിക്കും ഞാൻ. ഓവറായി പോയില്ല ഓവറായിട്ടില്ല മോനെ, കറക്റ്റാ. കണ്ണാടി ഒന്നും നോക്കിയില്ല അവിടെ നോക്കണ്ട, പേടിച്ചു. എങ്ങനെ ഫിഗർ അടിപൊളി. അമിതാഭ് ബച്ചൻ അതേ ഹൈറ്റ് ഇല്ലേ കറക്റ്റ്. തമാശ തമാശ പറയാം. ആ ഒരു ദിവസം രാത്രി ടൗൺ ടൗൺ അറിയാം, ഇംഗ്ലീഷ് അറിയാം, സിറ്റി എനിക്കറിയില്ല ഇംഗ്ലീഷ്. സമയം രാത്രി ഒരു 10-10:30 കൺഫേം 11:30. ഒരാളിങ്ങനെ നടന്നു വരികയാണ്. ഞാനിങ്ങനെ നടന്നു പോവാണ്. അയാൾ എന്നോട് ചോദിക്കുക ഈ എങ്ങോട്ടേക്കാ പോന്നു എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്കാ പോന്നു. അതെങ്ങനെയാ ഇത്? ഞാൻ 1980 ചെയ്ത പരിപാടിന്റെ സാധനം ഇത്. ഇനി ഇത്രമാത്രം തമാശ ഉണ്ട്, ചിലപ്പോ ഉണ്ടാവുമായിരിക്കൂ. എല്ലാന്ന് ഇതിനകത്ത് ഏടിയ തമാശ, ഏറെ തമാശ. ഹലോ എന്താ പരിപാടി? ഞാൻ ചിരിച്ചിരിച്ച് മണ്ണ് വെപ്പല്ലേ. ഒത്തു വരുമ്പോ ഒരു കല്ലും കൂടെ എടുത്തോ. എന്തിനായി? കുത്തിക്കില്ല മോന്ത കറക്കാൻ. അങ്ങനെയാണ് ഒരു കാണിച്ച. വേറൊരു തമാശ ഉണ്ട്. ബാല ഇനി ചവിട്ടി കൂട്ടി കളി ഞാൻ കണ്ടുന്നോ. ചായ കൊണ്ട് പോട് 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 പോയ പോയ തമാശ അല്ല. നിങ്ങൾക്ക് എപ്പോ എന്നോട് അസൂയ കണ്ടൂടാ. തമാശ വേണ്ട, തമാശ വേണ്ട, ചെറിയ പ്രശ്നം അവിടൊന്നും പ്രശ്നം വേണ്ട. ആയിക്കോട്ടെ, അവന്റെ തമാശ വേണ്ട. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാല് പ്രസിഡന്റ്, നമുക്ക് എന്തായാലും പാട്ട് വേണം. പാട്ട് വേണം. ബാല പോയി ഗുളി കുടിച്ചാ ഇയാളെ തമാശ പറമ്പിൽ കൊല നടക്കും. വേണ്ട, തമാശ വേണ്ട. നിന്നെയും കൊല്ലും. ഞാൻ അറിയാണ്ട് പ്രസിഡന്റ്. ആയിക്കോട്ടെ. ഇവരെ കൂടെ വെച്ച് സപ്പോർട്ട്. പ്രസിഡന്റ് ഇല്ല, അപ്പൊ തമാശ തമാശ വേണ്ട. നമുക്ക് പാട്ട് എന്തായാലും വേണം. പാട്ട് എന്തായാലും അടിപൊളി പാട്ട് വേണം. അടിപൊളി ഒരു കാര്യം ചെയ്യാം, ഗാനമേള വെക്കാം. അത് വേണ്ട, ഗാനമേള വേണ്ട. ഗാനമേള വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ തമ്മിൽ തല്ലിച്ചാവും. അത് വേണ്ട. അപ്പൊ തമ്മിൽ തല്ലിച്ചാകാത്ത ഗാനമേള വേണം. അങ്ങനെ ഒരു ഗാനമേള ഉണ്ട്.
കരോക്കെ ഗാനമേള. എങ്ങനെ ഗാനമേള? കരോക്കെ ഗാനമേള മനസ്സിലായിട്ടില്ല. അതായത് കുറെ ആൾക്കാർ ഇങ്ങനെ ഉപകരണം വെച്ചിട്ട് CD ഇട്ടിട്ട് ഒരാൾ പാടുന്നത് ഗാനമേള. ഒരാൾ വരും, അയാളിനെ CD കൊണ്ടിട്ട് അയാളിനെ പാടുന്ന പാട്ട് കരോക്കെ ഗാനമേള. എന്നാ പിന്നെ അതൊന്ന് കാണണം. അതിന്റെ സാമ്പിൾ എന്തായാലും കാണണം നമുക്ക്. വീണ്ടും സാമ്പിൾ. എന്റെ സെക്രട്ടറി അങ്ങനെ സാമ്പിൾ സാമ്പിൾ ഇല്ലാണ്ട് നമുക്ക് പരിപാടി വേണ്ട ബായി. അതെ, പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താണ്? ഗായകനുണ്ട്, വളരെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇനി ഊമയാ? ഊമയല്ല, ഓ ഹിന്ദി പാട്ടേ പാടൂ. ബംഗാളി? ബംഗാളിയല്ല, കാണുമ്പോ ബംഗാളി പോലെ ഉണ്ടെങ്കിൽ ആളൊരു മലയാളിയാ. ഓനെ വിളിക്കും ഇങ്ങോട്ട്. മോനെ നൗഫലേ, ഞാനൊന്ന് കല്യാണത്തിന് പോകാൻ ഇറങ്ങാം. എന്താണ് പ്രശ്നം? ആരെ കല്യാണോ? നിന്റെ അമ്മായിന്റെ കല്യാണം. ഒറ്റ കുത്തുണ്ടല്ലോ, കിടന്ന് ഉറങ്ങിയിട്ട് വന്നിട്ട് കല്യാണം എന്ന് പറഞ്ഞു. എന്താ പ്രശ്നം? അത് കണ്ടാ പ്രസിഡന്റും സെക്രട്ടറിയോ പരിപാടി ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നാണോ? ഹലോ, ഞാനാണ് പ്രസിഡന്റ്. നമസ്കാരം. നന്നായി വരട്ടെ. ഷൂട്ടില്ല. അതെ, ഇതിപ്പോ എന്താണ് ചെയ്തു കൊടുക്കണ്ടേ? അതായത് നമ്മുടെ വെടിക്കെട്ട് ഓക്കെ ആക്കി, ഇവർക്ക് ഗാനമേള വേണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതിന്റെ സാമ്പിൾ കാണിച്ചു കൊടുത്താലേ ബുക്ക് ചെയ്യണോ? ആയിക്കോട്ടെ. അതെ, പൊതുവെ ഞങ്ങൾ സാമ്പിൾ കാണിച്ചു കൊടുക്കാറില്ല. പിന്നെ ഏതായാലും മാനേജർ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ സാമ്പിൾ കാണിച്ചു തരാണ്. പിന്നെ ഗാനമേള തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിബന്ധന ഉണ്ട്. എന്താണ്? 2 ബക്കറ്റ് നല്ല പതക്കുന്ന ചൂടുവെള്ളം വേണം. നില തൊലി പൊളിക്കുന്നുണ്ടോ? അതല്ല, ഈ ഗാനമാൾക്കാർക്ക് ഇടക്കിടക്ക് കുടിച്ചോണ്ടിരിക്കണം. നീ എപ്പോ ഐസും വെള്ളം കുടിക്കില്ല, പിന്നെ ചൂടുവെള്ളം. അങ്ങനെയാണെങ്കിലേ ഇതിൽ കാണിച്ചു കൊടുക്കാം. കാണിച്ചു കൊടുത്തേ. നല്ല കുലുക്കി തകർക്കുന്ന ഒരു പാട്ട് വേണം. കുലുക്കി തകർന്നേ? കുലുക്കി തകർക്കുന്നേ. സ്റ്റേജ് അങ്ങ് കുലുക്കി തകരണം. അങ്ങനെ അമ്പലപ്പറമ്പ് കിടക്കണം. മറ്റേതാ ഏതായാലും നമ്മുടെ പ്രസിഡന്റ് കണ്ട സ്ഥിതിക്ക് ആഫ്രിക്കൻ സോങ് തന്നെ പാടും. കറക്റ്റ് ആയിരിക്കും. അപ്പൊ ആഫ്രിക്കൻ സോങ് കുലുക്കി താക്കാത്ത കുലുക്കി താക്കാത്തി കുലുക്കി താക്കാത്ത കുലുക്കി താക്കാത്തി തകടകതീതി താകാതീതി തകടകതീതി താകാതീതി തകടകതീതി താകാതീതി തകടകതീതി താകാതീതി കുലുക്കി താക്ക കുലുക്കി താക്കാത്ത കുലുക്കി താക്ക കുലുക്കി താത്തെ തകടകതീതി താകാതീതി തകടകതീതി താകാതീതി തകടകതീതി താകാതീതി തകടകതീതി താകാതീതി കുലുക്കി താക്ക ബോയ് പ്രസിഡന്റ്, നിങ്ങൾ ഏടിയാ പോന്ന്? നിങ്ങൾ അറാക്കിന്റെ കളി കളിക്കൽ ഇവിടെ നിക്ക്. സെക്രട്ടറി, പ്രസിഡന്റ് നാട്ടിലെ പാട്ട് പാടിയോണ്ട് പുള്ളിക്കാരി ലയിച്ചു പോയി. എങ്ങനെയുണ്ട്? അത് ബുക്ക് ചെയ്ത് ഗാനമേള ബുക്ക് ചെയ്താ? സന്തോഷായി. അപ്പം വെടിക്കെട്ട് ഗാനമേള കുംഭം 9. നമ്മള് വന്ന കാര്യം പറഞ്ഞില്ലാന്ന്. നമുക്ക് ഈ ഗാനമേളന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ എന്തെങ്കിലും പരിപാടി വേണ്ട? നിങ്ങൾ അറാക്കിന്റെ കളി ഈ ഗാനമേളയുടെ ഗ്യാപ്പിൽ ഒരു പരിപാടി വേണം. ഗ്യാപ്പിൽ ഫില്ല് ചെയ്യാൻ, ജനങ്ങൾക്ക് ചിരിക്കാൻ. ഗാനമേളന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ. പ്രസിഡന്റ്, ഇപ്പോഴത്തെ ഗാനമേളന്റെ ഗ്യാപ്പിൽ മൊത്തം ഫില്ല് ചെയ്യാൻ ഒറ്റ പരിപാടി ഉള്ളൂ. അതാണ് മിമിക്രി. ആയിക്കോട്ടെ, അത് വേണം വിൽക്കാനായി. അപ്പൊ നമ്മൾ മിമിക്രി ആർട്ടിസ്റ്റ് നമ്മുടെ തന്നെ ഉണ്ട്, പുള്ളിക്കാരനെ കൂടി ജയിക്കാം. അത് നടക്കൂല. അത് നടക്കൂല. അത് നടക്കാത്തത്? എന്റെ കൊച്ചുണ്ട് നല്ലൊന്നാന്തരം മിമിക്രിക്കാരൻ, ലോക പ്രശസ്തനാണ്, ലോകം അംഗീകരിച്ച നല്ലൊന്നാന്തരം മിമിക്രിക്കാരാണ്. നാട്ടിൽ പുല്ല് വിലയാണ്, അത് നോക്കണ്ട. അപ്പൊ എന്റെ കൊച്ച് ഈ ഗാനമേളയുടെ ഗ്യാപ്പിൽ മിമിക്രി കളിക്കും. നടക്കൂല. നമ്മളെ ട്രൂപ്പിൽ നിന്ന് നമ്മൾ ആൾക്കാരെ കളിക്കും, വേറെ ആളെ കേറ്റുന്ന പരിപാടി ഇല്ല. പ്രസിഡന്റ്, മോനെ കൂട്ടും. ഗ്യാപ്പിൽ മിമിക്രി. അപ്പൊ ഓക്കെ. അപ്പൊ എന്റെ മോൻ നിങ്ങളെ ഗാനമേള ഗ്യാപ്പിൽ മിമിക്രി കളിക്കും. ഒരു നിബന്ധനയുണ്ട്. ട്രൂപ്പിന്റെ പേരെന്താണ്? നമ്മുടെ ട്രൂപ്പിന്റെ പേരാണ് കണ്ണൂർ ചാപ്ലിൻ ഗ്രൂപ്പ്. അതാ കുഴപ്പം. എന്താ കുഴപ്പം? ഈ കണ്ണൂർ ചാപ്ലിൻ ഗ്രൂപ്പ് എന്നുള്ളത് കൊച്ചിൻ ചാപ്ലിൻ ഗ്രൂപ്പ് എന്നാക്കണം. എന്താ കാര്യം? മനസ്സിലായില്ല. ഈ കൊച്ചിൻ ചാപ്ലിൻ ഗ്രൂപ്പ് നാക്കിയാലേ നാട്ടുകാരടുത്ത് പിരിവ് കിട്ടും. പിന്നെ എന്റെ മോൻ നടുക്കുന്ന പരിപാടി ചെയ്യുമ്പോ ജനങ്ങൾ അംഗീകരിക്കാൻ ഒരു ഗമ വേണം. അത് മാത്രം നടക്കൂല. ട്രൂപ്പിന്റെ പേര് മാറ്റുന്ന പരിപാടി ഇല്ല. കണ്ണൂർ ചാപ്ലിൻ ഗ്രൂപ്പ് അത്ര മാത്രമേ ഉള്ളൂ. നടക്കൂല. എന്നാ പറഞ്ഞോലെ. ആയിക്കോട്ടെ. പരിപാടി ക്യാൻസൽ. നമസ്കാരം, ഞാൻ കൊച്ചിൻ ചാപ്ലിൻ ട്രൂപ്പ് മാനേജർ. പെട്ടെന്ന്. അതെ, പെട്ടെന്ന് മാറ്റി. നീ ഓന്താണോ? അല്ല, അതല്ല, നമുക്കിന്ന് കാര്യം നടക്കണല്ലോ. അതൊരു കാര്യം ചെയ്യും. എന്റെ കൊച്ചിന്റെ പരിപാടി ഇവിടെ വെച്ച് നടത്തണം, നിങ്ങളുടെ ഗാനമേളയുടെ ഗ്യാപ്പിൽ. ആയിക്കോട്ടെ. വേറൊരു കാര്യം പ്രസിഡന്റ്, എന്തായിക്കഴിഞ്ഞ പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറി മോനാണ് ഞാൻ ഇവിടെ ഇന്റർവ്യൂ ചെയ്തിട്ട് മോനെ എടുക്കുള്ളൂ. ചെയ്തോ? മോനെ ഇന്റർവ്യൂ എടുത്തോ, പക്ഷെ അവന്റെ കിഡ്നി എടുക്കരുത്. ഇല്ല, മോനെ വിളി. ഓക്കെ, മോനെ വന്നിട്ട് മിമിക്രി ചെയ്ത് കൊടുക്കടാ. വരുന്നുണ്ട്, ബാബു വരുന്നുണ്ട്. വരട്ടെ. നമ്മളോടാ കളി. പിന്നെ
അടിച്ചു പൊളിക്കാൻ നന്നായി എല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് ഒരു മിനിറ്റ് ഇവിടേക്ക് അടുത്തേക്ക്. പ്രസിഡന്റ് മോനാ ഇത്? അതെ. കാക്കേനെയും കൊക്കിനെയും പോലെ ഉണ്ടല്ലോ. നിങ്ങളുടെ അച്ഛൻ തന്നെ. കാര്യം ചെയ്യ്. നിങ്ങൾ കൊച്ചിനും ഇന്റർവ്യൂ എടുക്കുക. അപ്പൊ ഞാൻ ഒരു അല്പസമയം ഇടവേള. അല്പസമയം സ്മോൾ ബ്രേക്ക്. ഓക്കെ, പോയിട്ട് വാ. ട്രൂപ്പിലേക്ക് പോലെ നമുക്ക് ഇതിൽ വെറൈറ്റി എന്താ ഉള്ളത്? വെറൈറ്റി നമുക്ക് ഈ സിനിമ നടന്മാരൊക്കെ ഏതൊരു മിമിക്രി കലാകാരനാണെങ്കിലും പെട്ടെന്ന് മനസ്സിൽ ഓടിയെത്തുന്നത് എന്താണ്? ഓടിയെത്തുന്നത് കമ്മിറ്റിക്കാരെ പിടിച്ച് കൂമ്പിനടിക്കുന്നത്. അതല്ല, നടന്മാരുടെ സൗണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു നായകന്റെ ശബ്ദം ഞാൻ അവതരിപ്പിക്കും. മോഹൻലാൽ അല്ല, മമ്മൂട്ടിയോ? അല്ലെന്നല്ല, ഇംഗ്ലീഷ് സിനിമ ഒരു നായകന്റെ ശബ്ദമാണ്. അർണോൾഡ്. അതല്ല മാഷെ, സൂറാന്റെ പാർക്ക് എന്ന ചിത്രമില്ലേ, കുത്തിണ്ടല്ലോ, ജുറാസിക് പാർക്ക്. അതിനകത്ത് ഇങ്ങനത്തെ ഒരു സാധനം ഇല്ലേ, ഓസർ. അതിന്റെ ശബ്ദം അനുകരിക്കും. ആയിക്കോട്ടെ, കേക്കട്ടെ. പിന്നെ വേറെ സംഭവം, ഞാനിത് കൃത്യം 4 മണിക്ക് എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യല്. ഒരു ദിവസം കാണാൻ 4 മണിക്ക് എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് പറമ്പിലൂടെ അങ്ങോട്ട് പോന്നു. 4 മണിക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓസർ പോകുന്നു. നിന്റെ അച്ഛനടിച്ച് കക്കൂസ് പോകുന്നതായിരിക്കും. പിന്നെ 4 മണിക്ക് ഓസർ പോകേണ്ടത്. അതല്ല മാഷെ, ഞാൻ ചെയ്താൽ എന്തായാലും വരും, ഉറപ്പാ. പേടിപ്പിക്കല്ല. ചെയ്യട്ടെ എന്നാലും. ചെയ്തോ? ഓസർ വരുവേ. വരൂല, പോയില്ലേ? വെറുതെ പറയല്ല, വരുന്നല്ലോ. അന്ന് ഉണ്ടായിരുന്ന 6 പേരിൽ വർക്കിച്ച മാത്രമാണ് കലാരംഗത്തില്ലാത്തത്. പൂർണ്ണമായും മാറി നിൽക്കുന്ന ഒരു കാഴ്ചക്കാരനാണ്. ഞങ്ങൾക്ക് ഇതിൻ്റെ വളർച്ചയൊക്കെ ഞങ്ങളതിൻ്റെ പാർട്ടായതുകൊണ്ട് നമുക്കറിയില്ല. പക്ഷെ എങ്ങനെയാണ് വർക്കിച്ചൻ ഇത് നോക്കിക്കാണേണ്ടത്? ഇന്ന് മലയാള സിനിമയെ എങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ഈ മിമിക്രിയിൽ നിന്ന് വന്ന കലാകാരന്മാരാണ്. അത് പ്രൊഡക്ഷൻ്റെ രംഗത്തായാലും ശരി, അഭിനയത്തിൻ്റെ രംഗത്തായാലും ശരി, അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടൊരു ഇത് തുടങ്ങുന്നതാണെങ്കിൽ ശരി, ഇന്ന് മലയാള സിനിമ ഇനി എങ്ങോട്ട് നീങ്ങണം എന്ന് തീരുമാനിക്കുന്നത് ഈ മിമിക്രിയിൽ നിന്ന് വന്ന ആളുകളായിരിക്കും. അതിനകത്ത് ഒരു സംശയം. അങ്ങനെ തുടങ്ങി വെച്ച ആ മിമിക്സ് പരേഡിൻ്റെ ഒരു പാർട്ടായിരുന്നതിൽ, തുടക്കത്തിൻ്റെ ഒരു ഭാഗമായിരുന്നതിൽ വർക്കിച്ചനെന്ന് തോന്നുന്നു. അയ്യോ, അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാര്യം ഞാൻ അന്ന് കമ്പനിയിൽ തന്നെ, ഞാൻ ഒരു തിരക്കില്ലാത്തൊരു ജോലിയാണ്, ഒരു കമ്പനി താപ്പർ ഗ്രൂപ്പിലെ ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ്. അപ്പോൾ ഇങ്ങനെ ലാലിൻ്റെ മകൻ്റെ സാർ അറിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു അതിശയമാണ്. പിന്നെ ഞങ്ങളൊക്കെ ഒരുമിച്ചിട്ടുണ്ട്, അങ്ങനെയാണോ? അപ്പോൾ പലർക്കും ഇത് അറിയുമ്പോൾ, അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മൾ ഒരുമിച്ച് ഒരു സമയത്ത് ഉണ്ടായിരുന്നു, എനിക്ക് തന്നെ അതൊരു വിശ്വാസം വരാതെ ഒരു അത്ഭുതമായിട്ട് ഇപ്പോഴും അവശേഷിക്കുകയാണ്. അത് ഏതായാലും 6 പേർക്കും നമുക്കൊന്ന് ഒരുമിച്ച് 33 വർഷത്തിന് ശേഷം ഒരു വേദിയിൽ കാണാൻ, അത് ഈ സിനിമാ ചിരിമയുടെ മഴവിൽ മനോരമ ഭീമ സിനിമാ ചിരിമയുടെ വേദിയിൽ ഒരുമിച്ച് കൂടാൻ സാധിച്ചത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. നമുക്ക് മറ്റ് 3 പേരെയും കൂടി ഇങ്ങോട്ട്. ഞങ്ങളുടെ ട്രൂപ്പിന്റെ അന്നത്തെ ലീഡർ അൻസാർ. അഭിനയ ചക്രവർത്തി റഹ്മാൻ.
ശബ്ദാനുകരണ മേഖലയിലെ മാന്ത്രികൻ കെ എസ് പ്രസാദ്. ഞാൻ പ്രതീക്ഷിച്ചത് നീ ഇങ്ങനെ തിരിഞ്ഞു വരുന്നതാണ്. നീ നേരെ വന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ബാക്കി എല്ലാ പ്രോഗ്രാമിലും നീ ഇങ്ങനെ തിരിഞ്ഞാ വരിക. വേണ്ട വേണ്ട വേണ്ട, അത് സമയം. അങ്ങനെ 33 വർഷത്തിന് ശേഷം മിമിക്സ് പരേഡ് തുടങ്ങിയ ആ 6 പേരും ഒരേ വേദിയിൽ വന്നു നിൽക്കുകയാണ്. ഇത് ഒരു അപൂർവ നിമിഷമാണ് അല്ലേ? ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ആകസ്മികമായിട്ട് വന്ന് ചേർന്നതാണ് എല്ലാവരും. ഇതിനകത്ത് ഒരാൾ നമ്മളുടെ മിസ്സിംഗ് ആണ്, ഏതാണ്ട് നടുക്ക് നിന്നിട്ടുണ്ട്, ആബേലച്ചൻ. പിന്നെ നമുക്ക് ശേഷം വർഗീസ് വരുന്നത്, വർഗീസ് വരുന്നത് വർക്കിച്ചൻപേട്ടയ്ക്ക് ശേഷമാണ്. സൈനുദ്ദീൻ വന്നതും വർക്കിച്ചൻപേട്ടയ്ക്ക് ശേഷമാണ് അല്ലേ? ഞാൻ പോയതിന് പകരം അരിശ്രീ അശോകൻ വന്നു, ലാല് പോയതിന് പകരം ജയറാം വന്നു. അങ്ങനെയാണ് ഓരോരുത്തരായിട്ട് വരുന്നത്. ഒരു വലിയ ഒരു സൈക്കിളാണ് അല്ലേ? പക്ഷെ അതിൽ 2 പേര് നമ്മളോടൊപ്പം ഇല്ല. പ്രിയപ്പെട്ട വർഗീസും സൈനുദ്ദീനും. അവരെയും കൂടി നമ്മൾ ഈ നിമിഷത്തിൽ ഓർക്കുക. അൻസാർ ഒരുപാട് എപ്പോഴും ജീവിതത്തിലും അല്ലെങ്കിൽ സ്റ്റേജിലും നമ്മളൊക്കെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തമാശകൾ അന്ന് അൻസാർ ചെയ്യുമായിരുന്നു. അൻസാറിൻ്റെ പല റിയൽ ലൈഫിലുള്ള തമാശകൾ തന്നെ ഒരുപാടുണ്ട് അൻസാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളുടെ ഈ യാത്രയിലെ ബോറിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അൻസാർ ചെയ്യുന്നത്. പലപ്പോഴും തമാശകൾ ഉണ്ടാകുന്നത് ആരെങ്കിലും മനഃപൂർവ്വം തലവെച്ച് കൊടുത്താൽ അല്ലെങ്കിൽ തമാശകൾ ഉണ്ടാകും. അൻസാർ മണ്ടനാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നും. മണ്ടനാണോ എന്ന് തോന്നുന്നു. പക്ഷെ അത് അങ്ങനെ ഒരാൾ മണ്ടനാകാൻ തയ്യാറാകുമ്പോഴാണ് അതിൻ്റെ പുറത്ത് വേറെ ആളുകൾ കയറി അടിച്ച്. അപ്പോൾ കാര്യങ്ങൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കാനും അത് രസകരമാക്കാനായിട്ട് അൻസാർ പല കാര്യങ്ങളിലും മനഃപൂർവ്വം മണ്ടത്തിൽ അഭിനയിക്കും. അതെ, അങ്ങനെ അഭിനയിച്ച രംഗങ്ങളുണ്ട്. അതായത് വണ്ടി ഇങ്ങനെ പോകുന്ന വഴിക്കല്ലേ, വണ്ടി കലാഭവന്റെ ബസ് ഇങ്ങനെ പോകുമ്പോൾ ചെറിയ ടെമ്പോയിലാണ് അത് പോകുമ്പോൾ ഒരു സൈക്കിൾ യാത്രക്കാരനാണ് അയാളിങ്ങനെ തൊട്ടടുത്ത് കൂടി പോകുമ്പോൾ ഈ നമ്മുടെ ഡ്രൈവർ അയാളുടെ ദേഹത്ത് ഇടിക്കാതെ ഇങ്ങനെ മാറ്റി കൊണ്ടുപോയപ്പോൾ അൻസാറിന് അയാളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വാ എന്ന് പറഞ്ഞൊരു ഒച്ച ഉണ്ടാക്കി. അയാൾ അങ്ങ് പേടിച്ച് സൈക്കിളിൽ നിന്ന് മറിഞ്ഞു വീണു അവിടെ. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ വണ്ടി അങ്ങ് പോയി ഒരു കുറച്ചങ്ങ് നീങ്ങിയുള്ളൂ. 10 മീറ്റർ വണ്ടി ഓഫായി. ഇതൊരു സ്ഥിരം പരിപാടിയാണ്. അല്ല, അൻസാറിന് സ്ഥിരം പരിപാടിയാണ്, എപ്പോഴും കാണിച്ചോണ്ടിരിക്കുന്നതാണ്. ഓഫായി പോയതും ആ സൈക്കിളിൽ നിന്ന് ചെളിവെള്ളത്തിൽ വീണ അയാൾ സൈക്കിളും ഇട്ടിട്ട് അവിടെ നിന്ന് ഒരു വരവ്, അയാളുടെ കൂടെ കുറെ ആളുകളുമായിട്ട് ഇങ്ങോട്ട് വണ്ടിയുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നു. നമ്മൾ ഉറപ്പിച്ച് ഇടി കിട്ടിയത് തന്നെയാണ്. കാരണം ഏതോ കട്ടപ്പനല്ലേ, ഏതോ ഒരു സ്ഥലത്ത് എല്ലാവരും ഇങ്ങനെ വിറച്ച് നിൽക്കും. വീട്ടിൽ കൊണ്ടുവന്ന് ഇവർ വന്നിങ്ങനെ ഡോറ് തുറക്കുമ്പോൾ അൻസാർ എന്നിട്ട് അൻസാറിൻ്റെ ഒരു പെർഫോമൻസ് ആണ്. അൻസാർ അങ്ങനെ അഭിനയിക്കുകയാണ്. ഇത് അൻസാറിന് അപ്പം കിട്ടിയൊരു ഐഡിയ ആണ്. ഉടനെ ഞങ്ങൾക്ക് മനസ്സിലായി നമ്മളെ രക്ഷിക്കും, ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ലാതെ. ഉടനെ ഞങ്ങൾ എല്ലാവരും കൂടി അൻസാറിനെ പിടിച്ചിട്ട് ഇങ്ങനെ അടക്കുകയാണ്. അപ്പം അൻസാർ അവിടെ നിന്ന് അങ്ങോട്ട് ഓവറായി. അപ്പോഴേക്കും വന്ന് ദേഷ്യത്തോടു കൂടി വന്നവരെല്ലാവരും വളരെ സിമ്പതറ്റിക് ആയിട്ട് അൻസാറിനെ നോക്കണം. എന്ത് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, തലയ്ക്ക് അന്നും ഇന്നും സുന്ദരനാണ്, തലയ്ക്ക് സുഖമില്ലല്ലോ. അപ്പോൾ ഞങ്ങളവനെ ബലമായിട്ട് അടക്കുമ്പോൾ ഞങ്ങൾ അവർ വഴക്ക് പറയുന്നു. എന്താണ് ഒരു മാനസികാരോഗ്യം നിങ്ങൾ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടി കിട്ടാതെ അവിടെ നിന്ന് ഞങ്ങളെ വളരെ എൻ്റെ അടുത്ത് അങ്ങനെയല്ല പറഞ്ഞത്. ഒരാൾ അതൊക്കെ അഭിനയിക്കണമെന്ന് മനസ്സിലായി അൻസാർ. ഇങ്ങനെയാണ് അഭിനയിക്കുന്നത്, ഞാനാ പഠിപ്പിച്ചത്. അങ്ങനെ മിമിക്സ് പരേഡിൻ്റെ ചരിത്രവും മിമിക്സ് പരേഡ് തുടങ്ങിയവരും ഈ വേദിയിൽ ഒരിക്കൽ കൂടി വരികയും അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. വന്ന ഞങ്ങളുടെ സുഹൃത്തുക്കൾ, എൻ്റെ ലാലിൻ്റെ സുഹൃത്തുക്കൾ അൻസാർ, റഹ്മാൻ, പ്രസാദ്, വർക്കിച്ചൻപേട്ട, ഇവർക്കെല്ലാവർക്കും ഞങ്ങളുടെ ഇവരെല്ലാവരും തന്നെ വർക്കിച്ചൻ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ മായിലെ അംഗങ്ങളുമാണ് അല്ലേ? അതെ, ആ അംഗങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി. പൊട്ടിച്ചിരിയുടെ പുത്തൻ നമ്പറുകളുമായി ഞങ്ങൾ വീണ്ടും വരും. ഭീമ സിനിമ ചിരുമയിൽ മാത്രം. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. ഗുഡ് ബൈ.